കവി TS തിരുമുമ്പിൻ്റെ നാമധേയത്തിലുള്ള ഈ വായനശാലയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുജേഷ് ബാബുവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ ശശീന്ദ്രൻ മടിക്കൈ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വളരെ പ്രിയപ്പെട്ട മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, വേദിയിലുള്ള വെങ്ങളം കുഞ്ഞികൃഷ്ണേട്ടൻ, ഉത്തര കേരളത്തിലെ ഏറ്റവും മികച്ച വായനക്കാരനായി നമ്മളൊക്കെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഗോപകുമാർ മാഷ്, വേദിയിൽ ഉള്ളവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ സദസ്സിലും വളരെ പ്രിയപ്പെട്ടവരുണ്ട്, സ്നേഹിതരുണ്ട്, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ വിദ്യാർത്ഥി കൂടിയായ സുജേഷ് ബാബുവിൻ്റെ നീണ്ടകാലത്തെ സ്വപ്നം ആയിട്ടുള്ള ചാഞ്ഞു പെയ്യുന്ന മഴ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം ഉള്ള ഒരു അനുഭവമാണ്. വാസ്തവത്തിൽ ചാഞ്ഞു പെയ്യുന്ന മഴയല്ല, ചാഞ്ഞു പെയ്യുന്ന ഓർമ്മകളാണ്. മഴ അതിൻ്റെ പിന്നിൽ നിൽക്കുകയേ ചെയ്യുന്നുള്ളൂ. നിറഞ്ഞു പെയ്യുന്നത് ഓർമ്മകൾ തന്നെയാണ്. നനഞ്ഞു നടന്ന ഒരു കൗമാരത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളുടെ, വേദനിപ്പിക്കുകയും വലിയ ഓർമ്മകളിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ ഹൃദയമാധികളായ അനുഭവ ചിത്രണങ്ങളാണ് ഓർമ്മകളായി ഈ പുസ്തകത്തിൽ പെയ്യുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഓർമ്മ എന്ന് പറയുന്നത് കൃത്യമായും ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ആയുധം കൂടിയാണ്. ഓർമ്മകളില്ലെങ്കിൽ നാം അങ്ങേയറ്റം ശിഥിലമായി പോകും. അതുകൊണ്ടാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് എപ്പോഴും നാം നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വത്വത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് തന്നെ ഓർമ്മകളാണ്. ഓർമ്മകളില്ലെങ്കിൽ നാം നമ്മളല്ലാതായി മാറും.